പമ്പയിൽ കുളിച്ചുവരും നാരായണക്കിളി പടികളിലുടച്ചോ നാളികേരം. പമ്പയിൽ കുളിച്ചുവരും നാരായണക്കിളി പടികളിലുടച്ചോ നാളികേരം. പ്രകൃതി പ്രഭാമയി ദർശന പുണ്യത്തിനായി മകരജ്യോതി വീണ്ടും തെളിയിച്ചോ. പ്രകൃതി പ്രഭാമയി ദർശന പുണ്യത്തിനായി മകരജ്യോതി വീണ്ടും തെളിയിച്ചോ. തൊഴുതു നിൽക്കും മകര സന്ധ്യേ അയ്യൻ്റെ തിരുവാഭരണം കൊണ്ടുവന്നോ. മഞ്ഞല നീന്തി വരും കുളിർക്കാറ്റേ അയ്യന് അഭിഷേക നെയ്യും കൊണ്ടുവന്നോ. ആടാൻ പരിമളപ്പനി നീരും കൊണ്ടുവന്നോ. തൊഴുതു നിൽക്കും മകര സന്ധ്യേ അയ്യൻ്റെ തിരുവാഭരണം കൊണ്ടുവന്നോ. മഞ്ഞല നീന്തി വരും കുളിർക്കാറ്റേ അയ്യന് അഭിഷേക നെയ്യും കൊണ്ടുവന്നോ. ആടാൻ പരിമളപ്പനി നീരും കൊണ്ടുവന്നോ. സ്വാമിയേ ശരണമയ്യപ്പ. ധ്യായേച്ചാരുജടാനിബദ്ധമകുടം ദിവ്യാംബരം ജ്ഞാനമുദ്രോദ്യദക്ഷകരം പ്രസന്നവദനം ജാനുസ്തഹസ്തേതരം മേഘശ്യാമളകോമളം സുരനുദം ശ്രീയോഗപട്ടാംബരം വിജ്ഞാനപ്രദം അപ്രമേയസുഷമം ശ്രീഭൂതനാഥം വിഭും. ഹരേ ഗുരുവായൂരപ്പ ശരണം. സ്വാമിയേ ശരണമയ്യപ്പ. പുണ്യ ഭാരതഭൂമിയിലെ നൈമിഷാരണ്യ വനത്തിലെ, ശ്രീമദ് ഭാഗവതത്തിലൊക്കെ പറയുന്ന നൈമിഷാരണ്യ വനത്തിലെ ഗോമതി നദിയുടെ തീരത്ത് ഇരുന്നു കൊണ്ട് ഉഗ്രശ്രവസ് എന്ന് പേരായിട്ടുള്ള പുരാണ കഥകൾ പറയുന്ന സൂത പരമ്പരയിൽപ്പെട്ട പൗരാണികൻ ശൗനകാദി ഋഷീശ്വരന്മാർക്ക് താരകബ്രഹ്മസ്വരൂപനായിട്ടുള്ള ധർമ്മശാസ്താവിൻ്റെ അയ്യപ്പസ്വാമിയുടെ കഥകൾ വർണ്ണിച്ചു കൊടുക്കുന്ന രംഗം പുരാണങ്ങളിലൊക്കെ ധാരാളം കാണാം. ഇപ്പോൾ ആ ചൊല്ലിയ ധ്യായേ ചാരുജടാനിബദ്ധമകുടം ഭഗവാന്റെ അയ്യപ്പസ്വാമിയുടെ ആ ധ്യാന ശ്ലോകം, അത് ശബരിമല സന്നിധാനത്തിലിരിക്കുന്ന ആ സ്വരൂപം, അതിൻ്റെ ഋഷി എന്ന് പറയുന്നത് രേവന്ത ഋഷിയാണ്. ഛന്ദസ് ഗായത്രി, ദേവത ശാസ്താവ്, ധർമ്മശാസ്ത ഭഗവാൻ, ഹരിഹര സ്വരൂപമായിട്ടുള്ള ഭഗവാൻ. ആ സൂത ശൗനക സംവാദത്തിലാണ് ഈ കാര്യങ്ങളൊക്കെ വരുന്നത്. അത് പിന്നീട് പറയാം. ഭംഗിയുള്ള തൻ്റെ
ജടാജൂടത്തിൽ കിരീടം ധരിച്ചവനും ദിവ്യവസ്ത്രങ്ങൾ അണിഞ്ഞവനും വലത് കൈയിൽ ജ്ഞാനമുദ്രയോട് കൂടിയവനും ചിരിക്കുന്ന മുഖത്തോടു കൂടിയവനും ഇടതുകൈ കാൽമുട്ടിൽ കമഴ്ത്തി വെച്ചവനും മേഘം പോലെ കറുത്തിരുണ്ടവനും ദേവന്മാരാൽ സ്തുതിക്കപ്പെട്ടവനും ശ്രീ യോഗ പട്ടാമ്പരത്തോടു കൂടിയവനും അറിവിനെ പ്രദാനം ചെയ്യുന്നവനും അളവറ്റ ആത്മജ്യോതിപ്രഭയുടെ ശോഭ ഉള്ളവനും സർവ ലോകത്തും വ്യാപിച്ചിരിക്കുന്നവനുമായിട്ടുള്ള ശ്രീഭൂതനാഥനെ ഞങ്ങളിതാ സദാസമയത്തും ധ്യാനിക്കുന്നു എന്നാണ് അതിൻ്റെ താല്പര്യം. അതിൽ ഓരോ അക്ഷരങ്ങളെ പറയുകയാണെങ്കിൽ, അക്ഷരം പറയാന്ന് പറഞ്ഞാൽ മൂലമന്ത്രത്തിലെ അക്ഷരമാണ് ഉദ്ദേശിച്ചത്. ഭഗവാൻ അയ്യപ്പൻ്റെ മൂലമന്ത്രം ഓം ഘ്രൂം നമ പരായ ഗോപ്ത്രേ എന്നാണ്. രേവന്ത് ഋഷിയാൽ രചിക്കപ്പെട്ട മന്ത്രം. ഈ മന്ത്രം ചൊല്ലിയിട്ടാണ് സന്നിധാനത്തൊക്കെ പൂജാതി കാര്യങ്ങൾ ചെയ്യാറുള്ളത്. ഓം ഘ്രൂം നമ പരായ ഗോപ്ത്രേ. അത് വെറുതെ ജപിച്ചിട്ട് കാര്യമില്ല, അത് ഗുരു ഉപദേശമായിട്ട് കിട്ടണം. ഓം ഘ്രൂം നമ പരായ ഗോപ്ത്രേ. ഓരോ ദേവതകൾക്കും മൂലമന്ത്രത്തിൽ വ്യത്യാസം ഉണ്ടായിരിക്കും, ഋഷിമാരിലും വ്യത്യാസം ഉണ്ടായിരിക്കും. പരായ ഗോപ്ത്രേ എന്ന ആ അക്ഷരങ്ങളിൽ 6 അക്ഷരങ്ങളിൽ പ എന്ന അക്ഷരം സൂചിപ്പിക്കുന്നത് ഉദ്യാന സ്വരൂപനായിട്ടുള്ള രക്ഷിതാവ് എന്നാണ് ആ അക്ഷരത്തിൻ്റെ അർത്ഥം. അത് വിശദമായിട്ട് പിന്നീട് പറയാം. രണ്ടാമത്തെ അക്ഷരം രാ, അഗ്നി സ്വരൂപനായിട്ടുള്ള അഗ്നിയുടെ വാഹകൻ എന്നാണ് അതിൻ്റെ അർത്ഥം. ഇനി മൂന്നാമത്തെ അക്ഷരം യ, യാഗസ്വരൂപ മഹാവീരനായിട്ടുള്ള ഭഗവാൻ, യമനിയമങ്ങൾക്കനുസരിച്ചിട്ട് കാര്യങ്ങൾ പ്രവർത്തിക്കുന്നവൻ, ധർമ്മത്തിലൂടെ ജീവിക്കുന്നവൻ എന്നർത്ഥം. അടുത്ത അക്ഷരം ഗോ, ഗായനനായിട്ടുള്ള സ്വരൂപം, അതായത് ഉപാസന എന്നാണ് ഉദ്ദേശിച്ചത്. അടുത്ത അക്ഷരം പ, കുബേരപ്രഭയുള്ളവൻ, ധനസമ്പത്തോടുകൂടി അഷ്ട ഐശ്വര്യത്തോടു കൂടിയിട്ടുള്ളവൻ. അടുത്ത അക്ഷരം ത്രേ, കീർത്തനം ചെയ്യുന്നവനെ രക്ഷിക്കുന്നവൻ, നാമം ജപിക്കുന്നവനെ രക്ഷിക്കുന്നവൻ, സംരക്ഷണ സ്വഭാവം എന്നാണ് അതിൻ്റെ അർത്ഥം. ഓരോ ദേവതകളുടെ മൂലമന്ത്രത്തിനും ഓരോ അക്ഷരത്തിനും ഇതുപോലെ അർത്ഥം ഉണ്ടായിരിക്കും. ഇത്രയും ഗുണങ്ങൾ ഉൾക്കൊള്ളുന്നവനാണ് എന്നാണ് ഭഗവാനെക്കുറിച്ച് ആ മൂലമന്ത്രത്തിലെ ഓരോ അക്ഷരങ്ങൾ സൂചിപ്പിക്കുന്നത്. സ്വാമിയേ ശരണമയ്യപ്പ.